ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു JS ക്രിയേഷൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ്. ഇതുപോലെ പുതിയ പുതിയ വീഡിയോസ് കാണുന്നതിനായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് അടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്തിടുക. ഇന്നത്തെ ക്ലാസ്സിൽ 8 to 9 വയസ്സുള്ള ഒരു കുട്ടിയുടെ ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ലൈനിങ് 1/2 മീറ്ററും മെയിൻ മെറ്റീരിയൽ 1/2 മീറ്ററുമാണ് ഞാൻ എടുത്തേക്കുന്നത്. ആദ്യം നമ്മുടെ ലൈനിങ്ങിലാണ് കട്ടിങ് ഇടേണ്ടത്. ഈ എടുത്തേക്കുന്ന ലൈനിങ്ങിനെ നമ്മൾ ആദ്യം 4ആയിട്ട് മടക്കിയിട്ട് കൊടുക്കണം. എപ്പോഴും മെറ്റീരിയൽ മടക്കിയിട്ട ശേഷം ആദ്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് നമുക്ക് ആവശ്യമായ ഇറക്കം. ഇവിടെ 13 ഇഞ്ചാണ് എനിക്ക് ഇറക്കം വേണ്ടത്. അപ്പോൾ അതിനാവശ്യമായ മെറ്റീരിയൽ ഇവിടെ ഉണ്ട്. അതിനുശേഷം ചെസ്റ്റ് അളവ് നമുക്ക് 7.25 അല്ലെങ്കിൽ 8 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വേണ്ടത്. ഇപ്പോൾ അതിന് കൂടുതലായിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഷോൾഡർ പിടിച്ചടിക്കാനുള്ള 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ താഴോട്ടാണ് നമ്മുടെ അളവുകളെല്ലാം മാർക്ക് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ആവശ്യമായ ഹൈറ്റ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് 13 ഇഞ്ചാണ് റെഡി അളവ് വേണ്ടത്. ഓൾറെഡി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോൾഡറിൽ നിന്നും 13 ഇഞ്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയിട്ട് 14 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതേ 14 ഇഞ്ച് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ 2 പോയിന്റും കൂടെ യോജിപ്പിച്ച് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായ നെക്കിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ചാണ്. പക്ഷെ നെക്ക് നമ്മൾ ഇതിൽ വെട്ടുന്നില്ല, ക്യാൻവാസ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നെക്ക് 2.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ഷോൾഡറിൻ്റെ വിഡ്ത്ത് 5.5 ഇഞ്ചാണ്. സ്ലീവിൻ്റെ പോർഷൻ മടക്കിയടിക്കാനായിട്ട് 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 6 ഇഞ്ച് ഇപ്പം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഷോൾഡർ ഓൾറെഡി നമ്മൾ 4 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4 ഇഞ്ചും കൂടെ ഷോൾഡർ സ്ലോപ്പിനായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ പോയിന്റിൽ നിന്നുമാണ് ആം ഹോൾ മാർക്ക് ചെയ്യേണ്ടത്. ആം ഹോളിനായിട്ട് ഇവിടെ 5.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെസ്റ്റ് അളവാണ് മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടിയ റെഡി അളവിൻ്റെ ചെസ്റ്റ് അളവ് 25.5 ആണ്. അപ്പോൾ 1.5 ഇഞ്ച് ലൂസ് കൊടുക്കണം. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 27 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫുൾ ചെസ്റ്റ് അളവ് 27 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് 27/4 അപ്പോൾ 6.25 നമ്മൾ മാർക്ക് ചെയ്യേണ്ട ചെസ്റ്റ് അളവ്. ഇപ്പോൾ ആം ഹോളിൻ്റെ ലെങ്ത് നമ്മൾ എവിടെയാണോ മാർക്ക് ചെയ്തത് അവിടെ ചെസ്റ്റ് അളവും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് L ഷേപ്പ് വരച്ച് ആം ഹോളിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ആം ഹോളിൻ്റെ L ഷേപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കോർണറിൽ കർവ് ചെയ്ത് വരച്ചു കൊടുക്കണം. നമുക്കിവിടെ കിട്ടിയ ചെസ്റ്റ് അളവ് 27 ആണ്. അതിൻ്റെ 4/1 എന്ന് പറയുന്നത് 6.25 അപ്പോൾ ഇതിൽ നിന്നും 1/2 ഇഞ്ച് കുറച്ചിട്ട് 6.25 ഞാൻ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ റെഡി അളവുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അതേപോലെ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് വേണം ചെസ്റ്റിലും വേസ്റ്റിലും നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കാൻ. ആ പോയിന്റും കൂടെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ട ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 4 അല്ലെങ്കിൽ 4.5 ഇഞ്ചാണ്. അതേപോലെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം 3 ഇഞ്ചാണ്. ഇനി നമ്മൾ ഓൾറെഡി ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് സ്ലോപ്പായിട്ട് വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റിൻ്റെ ആ എൻഡിലായിട്ട് ഒരു 1/2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ ചെറിയൊരു കേർവ്ഡ് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഇത് നിർബന്ധമല്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പക്ഷേ ഇതുപോലെ ചെയ്യാൻ നേരത്ത് ആ വേസ്റ്റിൻ്റെ അവിടെ നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തേക്കണം അതേ പൊസിഷനിൽ നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വെട്ടിയെടുക്കാം. ഇതിൽ കഴുത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, കാരണം നമ്മൾ കഴുത്ത് ക്യാൻവാസിലാണ് വെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ ലൈനിങ്ങിൻ്റെ കട്ടിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഏരിയ ജോയിൻ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ ലൈനിങ്ങിൻ്റെ ഫുൾ കട്ടിങ്ങും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഇതേ അളവിൽ തന്നെ നമ്മൾ മെയിൻ മെറ്റീരിയലും വെട്ടിയെടുക്കണം. അതിനായിട്ട് എടുത്തേക്കണം നല്ല മെറ്റീരിയലും ഇതേപോലെ തന്നെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുക്കുക. ഇനി നമ്മൾ വെട്ടിയെടുത്ത ഈ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ ഇതുപോലെ നല്ല മെറ്റീരിയലിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. പറ്റുമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ അയൺ ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏത് അളവിലാണോ ലൈനിങ് വെട്ടിയേക്കണത് അതേ പെർഫെക്റ്റ് അളവിൽ തന്നെ ഈ മെറ്റീരിയലും വെട്ടിയെടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ആവശ്യമായ നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ ലൈനിങ് മെറ്റീരിയലും നല്ല മെറ്റീരിയലും നമ്മൾ ബോഡി പോർഷൻ ഫുള്ളും വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ ടോപ്പിന് ആവശ്യമായ കഴുത്തിൻ്റെ പോർഷൻ ക്യാൻവാസിൽ നമുക്ക് വെട്ടിയെടുക്കാം.
അതിനായിട്ട് ഒരു ക്യാൻവാസിനെ ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുത്തേക്കാണ്. ഇനി നമുക്ക് വേണ്ട റെഡി അളവായ കഴുത്തിൻ്റെ വീതി എന്ന് പറയുന്നത് 2.25 നമ്മൾ മെറ്റീരിയലിലാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ തയ്യൽ തുമ്പും കൂടിയിട്ട് 2.25 2.5 ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ക്യാൻവാസിൽ എപ്പോഴും റെഡി അളവ് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ 2.25 കഴുത്തിൻ്റെ വീതിയും 4.5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കവും ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി ഈ പോയിന്റിലും 4.5 ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. താഴെ ഈ 4.5 ഇഞ്ചുകൾ തമ്മിലുള്ള വീതി 2.25 ആണോ എന്നും കൂടെ നമ്മൾ കൺഫേം ചെയ്യണം. എന്നാലേ നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയർ ബോക്സ് കിട്ടത്തുള്ളൂ കഴുത്ത് വരച്ചെടുക്കാൻ. ഇനി ഈ പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ബോക്സ് ആയിട്ട് വരച്ചെടുക്കാം. ഇനി ഈ ബോക്സിനകത്ത് നമുക്ക് ഏത് ഷേപ്പിലാണോ കഴുത്ത് വേണ്ടത് ആ ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പാണ് മാർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ കഴുത്തിൻ്റെ റെഡി അളവാണ്. ഇനി ഇപ്പം മാർക്ക് ചെയ്ത് കൊടുത്ത പോർഷനിൽ നിന്നും 1 ഇഞ്ച് നീക്കിയിട്ട് ഒരു പോയിന്റും കൂടെ നമ്മൾ അതേ ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ ക്യാൻവാസിലുള്ള കഴുത്ത് വെട്ടിയെടുക്കാം. ഇപ്പോൾ 1 ഇഞ്ച് വീതിയിൽ നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്തായിരുന്നു ആ പോർഷനാണ് വെട്ടിയെടുക്കുന്നത്. ഇപ്പം നമ്മൾ വെട്ടിയെടുക്കണതാണ് നമ്മുടെ കഴുത്തിൻ്റെ റെഡി അളവ് എന്ന് പറയുന്നത്. ഇതാണ് ഇപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ കഴുത്ത്. ഇതേ മെത്തേഡിൽ തന്നെ ബാക്ക് പോർഷൻ്റെ കഴുത്ത് നമ്മൾ വെട്ടിയെടുക്കണം. അതിൻ്റെ ഇറക്കം 3 ഇഞ്ച് എന്നത് മാത്രമേ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉള്ളൂ. ഇപ്പോൾ ക്രോപ്പ് ടോപ്പിന് ആവശ്യമായ ലൈനിങ്, മെയിൻ മെറ്റീരിയൽ, ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്കിൻ്റെ ക്യാൻവാസ് ഇത്ര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ടോപ്പിന് മാച്ചിങ് ആയിട്ട് താഴെ സ്കേർട്ട് പോർഷൻ ഞാൻ ഒരു അംബ്രല്ല ടൈപ്പിലാണ് വെട്ടിയെടുത്തേക്കുന്നത്. ഇതൊരു ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് ഒരു സാൻഡൽ കളറിലാണ് ഇതിൻ്റെ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ എടുത്തേക്കുന്നത്. അംബ്രല്ല സ്കേർട്ടിൻ്റെ കട്ടിങ് ഓൾറെഡി നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കാണിക്കാത്തത്. ഇനി ആ സ്കേർട്ടിന് ആവശ്യമായ ലൈനിങ്ങും ഇവിടെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്രോപ്പ് ടോപ്പിൻ്റെയും സ്കേർട്ടിൻ്റെയും കട്ടിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സാധാരണ ഇതുപോലെ ക്രോപ്പ് ടോപ്പും സ്കേർട്ടും കൂടെ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ഈ സ്കേർട്ടിൻ്റെ ബെൽറ്റ് പോർഷനിൽ ഈ ടോപ്പിൻ്റെ മെറ്റീരിയലാണ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് ഒരു ഹിപ്പ് ബെൽറ്റാണ് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായ മെറ്റീരിയൽ നമ്മൾ ബ്ലൗസ് വെട്ടിയതിൻ്റെ ബാക്കി മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. ഈ മെറ്റീരിയലിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ സ്ട്രെയിറ്റ് ലൈനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ പോയിന്റിൽ നിന്നും എത്ര ഇഞ്ച് വീതിക്കാണ് നമ്മൾ ബെൽറ്റ് വെക്കുന്നത് അതിൻ്റെ ഡബിൾ മെറ്റീരിയൽ വേണം എടുക്കാനായിട്ട്. 1.5 ഇഞ്ച് വീതി എടുക്കാം, അങ്ങനെ ഇല്ലെങ്കിൽ 2 ഇഞ്ച് വീതി എടുക്കാം. അങ്ങനെ 2 ഇഞ്ച് വീതിയാണെങ്കിൽ അതിൻ്റെ ഡബിളായ 4 ഇഞ്ച് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. എക്സ്ട്രാ 4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് 1.5 ഇഞ്ച് വീതിയിലാണ് ബെൽറ്റ് പീസ് വേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ ഡബിളായ 3 ഇഞ്ച് ബെൽറ്റിൻ്റെ വീതിയും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയിട്ട് 4 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ബെൽറ്റിൻ്റെ നീളം എന്ന് പറയുന്നത് നമുക്ക് എത്രയാണോ വേസ്റ്റ് റൗണ്ട് അത് ഫുള്ളും കവർ ചെയ്യണമെങ്കിൽ അതനുസരിച്ചിട്ട് എടുക്കുക. അങ്ങനെയില്ല ഫ്രണ്ട് പോർഷൻ മാത്രം കവർ ചെയ്താൽ മതിയെങ്കിൽ ബാക്ക് പോർഷനിൽ ചെറിയൊരു കയറും കൂടെ സ്റ്റിച്ച് ചെയ്ത് കെട്ടാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ പീസ് വെട്ടിയെടുക്കാം. ഇവിടെ ഈ ബെൽറ്റിൻ്റെ പീസിന് നല്ല നീളമുണ്ട്. ഞാൻ 2 ആയിട്ട് മടക്കിയിട്ടാണ് ഇത് മാർക്ക് ചെയ്തേക്കുന്നത്. സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് എത്രയാണോ വേസ്റ്റ് റൗണ്ട് വേണ്ടത് അതനുസരിച്ചിട്ട് ബാക്കിയുള്ളത് വെട്ടി മാറ്റാം. അപ്പം നമുക്ക് ആവശ്യമായ ക്രോപ്പ് ടോപ്പിൻ്റെ മെറ്റീരിയൽ, ബെൽറ്റിൻ്റെ മെറ്റീരിയൽ, സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ ഇത് മൂന്നിൻ്റെയും കട്ടിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇതുപോലെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിടുക. താങ്ക്